കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ബാക്ക്. ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് BCS 040 BCA ന്യൂ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസംബർ 2025 എക്സാം എഴുതാൻ പോകുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്നിക്സിൽ എക്സാം എഴുതുന്നവരെ ഈ ഗൈഡ് എക്സാമിന് ഒരു ഹാർഡർ ഒന്നും കൂടാതെ സ്മാർട്ട്ലി ആയി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ എക്സാം ഡാറ്റ പരിഗണിച്ച് നമ്മുടെ ഒഫീഷ്യൽ സിലബസിൽ ഹൈ ഈൽഡ് ഏരിയാസ്, അതുപോലെ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ സ്റ്റൈൽസ്, മാർക്ക് വെയ്റ്റഡ് പാറ്റേൺ എന്നിവ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൂടെ എക്സാംസിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നും ഏതൊക്കെ ടോപ്പിക്സിന് പ്രയോറിറ്റി കൊടുക്കണമെന്നുമുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ഈ ഗൈഡിലൂടെ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു ഗൈഡിൻ്റെ അവസാനം നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ, ഡോക്യുമെൻറ്റ് റോഡ് മാപ്പ്, സിലബസ് മാപ്പിംഗ്. നമ്മൾ നമ്മുടെ സിലബസിലെ ഓരോ ബ്ലോക്സും യൂണിറ്റുമായിട്ടാണ് നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ബ്ലോക്സിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ റെലവൻസ് ആയിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്സിലും കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് 1 ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സ് പ്രോബബിലിറ്റി എന്നൊരു ബ്ലോക്ക് ഉണ്ട്. ദെൻ ബ്ലോക്ക് 2 ഇൻഫറൻസ് എസ്റ്റിമേഷൻ ടെസ്റ്റസ് ആൻഡ് ബ്ലോക്ക് 3 റിഗ്രഷൻ അനോവ അനാലിസിസ് ഓഫ് വേരിയൻസ് ആൻഡ് ടൈം സീരീസ് SQC എന്നതെല്ലാം ബ്ലോക്ക് 3 ഇൻക്ലൂഡഡ് ആണ്. ദെൻ ബ്ലോക്ക് 4 സാമ്പിളിംഗ് ഡിസൈൻസ്. ഓരോ ബ്ലോക്കിലെയും സബ് ടോപ്പിക്സ് എങ്ങനെയൊക്കെയാണ് അപ്പിയർ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് എക്സാമിന് വരുന്നത് എന്ന കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ പറയുന്നു. നെക്സ്റ്റ്, എക്സാം പാറ്റേൺ അനാലിസിസ്. എക്സാമിൻ്റെ ഫോർമാറ്റും മാർക്ക് ട്രെൻഡ് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓരോ സെക്ഷനിൽ നിന്ന് എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന സ്ട്രക്ചർ കാര്യങ്ങളും, അതുപോലെ ടിപ്പിക്കലി 5 മാർക്ക് ആൻഡ് 10 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെന്നും ആവർത്തിച്ച് വരുന്ന കമ്പ്യൂട്ടേഷണൽ വേഴ്സസ് കൺസെപ്ച്വൽ ബാലൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ റീസെൻറ്റ് TESൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു ഫോർമാറ്റ് കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ അനലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ്, റിക്കറിങ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. നമുക്ക് റിക്കറിങ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, കാനോണിക്കൽ പ്രോബ്ലംസ്, അതുപോലെ കൊറലേഷൻ റിഗ്രഷൻ കാണാൻ, അതുപോലെ കൈ-സ്ക്വയർ ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് എന്നിവയുള്ള എല്ലാം ഒബ്സർവ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് എത്രയൊക്കെ തവണയാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. നെക്സ്റ്റ്, ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. ഓരോ യൂണിറ്റിലെയും ഡാറ്റ ഡ്രിവൺ ചെയ്ത് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ള പ്രഡിക്ഷനുമാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ. ഇതിനവസാനം ഒരു ഫുൾ ലെങ്ത് പേപ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ആ പേപ്പർ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എക്സാമിൻ്റെ സ്ട്രെങ്ത്ത്, എഴുതാനുള്ള സ്ട്രെങ്ത്ത് കൂടും. അതുപോലെ നമ്മുടെ ഡിഫിക്കൽറ്റിയും എല്ലാം പോകുന്നതായിരിക്കും. അതുപോലെ നമുക്ക് വർക്ക് സ്റ്റെപ്സ് എങ്ങനെയൊക്കെയാണ് ഇവാലുവേഷൻ, ഈ പേപ്പർ ഇവാലുവേഷൻ ചെയ്തിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ്, മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നാൽ എങ്ങനെയാണ് നമുക്ക് സ്റ്റെപ്പ് വൈസ് സൊല്യൂഷൻസ് ഓരോ മാർക്കിനനുസരിച്ചും വെയിറ്റേജിനനുസരിച്ചും എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു മോഡൽ നമുക്ക് ഇതിലൂടെ കിട്ടുന്നു. അതായത് മാർക്കിംഗ് സ്കീമിനനുസരിച്ച് നമുക്ക് ടിപ്പിക്കലി ഫോർമുലാസ്, അസംഷൻസ്, ഇൻ്റർപ്രിറ്റേഷൻസ് ഒക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഇതിലൂടെ പറയുന്നു. നെക്സ്റ്റ്, മെത്തഡോളജി. നമ്മൾ BCS 040 പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ യൂണിറ്റിലെയും ഓരോ ക്വസ്റ്റ്യൻസ് ടാഗ് ചെയ്യുന്നത്, കൺസെപ്റ്റ്സ് എങ്ങനെയാണ്, മാർക്സ് എങ്ങനെയാണ്, എത്രയൊക്കെ ഫ്രീക്വൻസി കാര്യങ്ങളാണ് വരുന്നത്, അതുപോലെ കറൻറ്റ് ട്രെൻഡിനനുസരിച്ച് ഓരോ ഏരിയാസിലും എത്ര വെയിറ്റേജ് ആണ് വരുന്നത്, നമ്മുടെ ഈ സിലബസിലെ ഓരോ ബ്ലോക്ക് വൈസ് നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്, പ്രഡിക്റ്റ് ചെയ്ത് നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളൊരു കാര്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു.
ഫസ്റ്റ് വൺ, സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. എക്സാമിൻ്റെ റെലവൻസ് അനുസരിച്ച് ഓരോ ബ്ലോക്സിലെയും ഓരോ യൂണിറ്റിലെയും ഓരോ ടോപ്പിക്സ് എത്രയ്ക്ക് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ റെലവൻസ് കാര്യങ്ങളാണ് നമ്മളിവിടെ ടേബിൾ വൈസിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ബ്ലോക്ക് വൺ. ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണില് മെഷേഴ്സ് എന്ന ടോപ്പിക്, മീൻ, മീഡിയൻ, ST എന്നിവ കാണാനുള്ളത് 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മീഡിയം റെലവൻസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേ യൂണിറ്റിൽ വരുന്ന ഒന്നാണ് ഫ്രീക്വൻസി ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ്. അതായത് ഹിസ്റ്റോഗ്രാം, പോളിഗൺ എന്നിവ വരയ്ക്കാനും കാര്യങ്ങളൊക്കെ വരുന്നത്. ലോ റെലവൻസിൽ വരുന്നതാണെങ്കിലും 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 2ലേക്ക് പോകുമ്പോൾ പ്രോബബിലിറ്റി, ലോസ് ആൻഡ് ബേസ് എന്നത് 6 ടൈംസ് അപ്പിയർ ചെയ്ത ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് യൂണിറ്റ് 3യിലെ 2 ടോപ്പിക്സ് ആണ്. ബൈനോമിയൽ ഓർ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ്, അത് 4 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നോർമൽ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻസ് എന്നിവയെല്ലാം ലോ റെലവൻസിൽ വരുന്ന 2 ടോപ്പിക്കാണ്. നെക്സ്റ്റ് ബ്ലോക്ക് 2ലേക്ക് പോകുമ്പോൾ നമുക്ക് യൂണിറ്റ് 4ൽ സാമ്പിളിംഗ്, ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളത് 3 ടൈംസ് നമുക്ക് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 2ലെ യൂണിറ്റ് 5ലെ എസ്റ്റിമേഷൻ, പോയിന്റ്, ഇൻ്റർവൽ, പ്രോപ്പർട്ടീസ് ഒക്കെ കാണുന്നതിനുള്ള, എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനുള്ള ക്വസ്റ്റ്യൻ 4 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 2ലെ യൂണിറ്റ് 6 ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, T പ്രൊപ്പോർഷൻസ് ഓവർവ്യൂ എന്നുള്ളത് കാണാൻ 7 ടൈംസ് നമ്മളോട് അപ്പിയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് യൂണിറ്റ് 7ലെ കൈ സ്ക്വയർ, ഇൻഡിപെൻഡൻസ് ആൻഡ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, പ്രത്യേകം ശ്രദ്ധിക്കണം. 10 ടൈംസ് അപ്പിയർ ചെയ്ത് ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യനും ടോപ്പിക്കും പഠിച്ച് തന്നെ എക്സാമിന് പോവുക, കാരണം ഹൈ റെലവൻസ് ഉള്ള ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് യൂണിറ്റ് 10ൽ ബ്ലോക്ക് 3 ആണ് പറയുന്നത്. ബ്ലോക്ക് 3ലെ യൂണിറ്റ് 10ലെ ടൈം സീരീസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, ട്രെൻഡ്, MA മോഡൽസ് എന്നിവയെല്ലാം 9 ടൈംസ് നമുക്ക് അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് 11ൽ ലോ റെലവൻസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് SQC ആൻഡ് കൺട്രോൾ ചാർട്ട്സ്. നെക്സ്റ്റ് ബ്ലോക്ക് 3ലെ യൂണിറ്റ് 8ലെ അനോവ, 1 വേ or 2 വേ വേരിയൻസ് എന്നുള്ളത് 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് 9ലെ റിഗ്രഷൻ ആൻഡ് കൊറലേഷൻ 8 ടൈംസ് അപ്പിയർ ചെയ്തൊരു ഏരിയയാണ്. നെക്സ്റ്റ് ബ്ലോക്ക് 4ലേക്ക് പോകുമ്പോൾ യൂണിറ്റ് 12ലെ സാമ്പിളിംഗ്, SRS ആൻഡ് സിസ്റ്റമാറ്റിക്, സാമ്പിൾ വേഴ്സസ് സെൻസസ് എന്നുള്ളത് 6 ടൈംസ് അപ്പിയർ ചെയ്ത മീഡിയം റെലവൻസിൽ വരുന്ന ഒരു ഏരിയയാണ്. നെക്സ്റ്റ് യൂണിറ്റ് 13ലെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആൻഡ് അലോക്കേഷൻ എന്നുള്ളത് 3 ടൈംസ് നമുക്ക് അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് 14ലെ വേറൊരു ഏരിയയാണ് ക്ലസ്റ്റർ ആൻഡ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്നുള്ളതൊക്കെ. ഈ ഓരോ ഏരിയാസും നമുക്ക് ഹൈ ടൈംസ് അപ്പിയർ ചെയ്തതെല്ലാം എന്തായാലും പഠിച്ചു പോകേണ്ട ഒന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കാണിക്കുന്നത് ഒരു ബാർ ചാർട്ടാണ്. നമ്മുടെ 2022-2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു ചാർട്ട് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നമുക്കിവിടെ നോക്കുമ്പോൾ ബ്ലോക്ക് 3 ആണ് ഏറ്റവും കൂടുതൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് വന്നൊരു ഏരിയ. 25 ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട്. സോ ബ്ലോക്ക് 3 നമ്മൾ എന്തായാലും നോക്കി പോകേണ്ട ഒരു ബ്ലോക്കാണ്. ബ്ലോക്ക് 3 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിലേറെ കുറച്ച് കുറവായിട്ട് വരുന്നതാണ് ബ്ലോക്ക് 2. അതായത് ഇതിന് കമ്പാരിസൺസ് കുറച്ചൊരു കുറവ് വരുന്നേ ഉള്ളൂ. സോ എന്തായാലും ബ്ലോക്ക് 2 കൂടി നോക്കുക. ബ്ലോക്ക് 3യും ബ്ലോക്ക് 2വും എന്തായാലും നോക്കി തന്നെ പോവുക ഈ ഒരു എക്സാമിന് പോകുമ്പോൾ. ഇനി ഈ ബ്ലോക്ക് 2വിൻ്റെ ബിഹൈൻഡ് ആയിട്ട് ക്ലോസ് ആയിട്ട് വരുന്ന ഒന്നാണ് ബ്ലോക്ക് 1. സോ ബ്ലോക്ക് 1ഉം കൂടി നമുക്ക് നോക്കി പോവാം. അതിൻ്റെ കൂടെ ബ്ലോക്ക് 4 എന്ന് വരുന്നത് സിഗ്നിഫിക്കൻ്റ്ലി ലൈറ്റർ ആയിട്ടാണ് വരുന്നത്. എന്നിരുന്നാലും ബ്ലോക്ക് 4ന് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പിയർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഹീറ്റ് മാപ്പ് ആണ്. ഹീറ്റ് മാപ്പിൽ നമ്മളിവിടെ ഓരോ ഷെയ്ഡ്സിനനുസരിച്ചാണ് ക്വസ്റ്റ്യൻസിന് ഫ്രീക്വൻസി കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതായത് ഇവിടെ തന്നിട്ടുള്ള എല്ലാം ഓരോ ബ്ലോക്സ് ആണ്. ഈ ബ്ലോക്സിലെ ഓരോ യൂണിറ്റ് 1 to 14 വരെയാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ദെൻ ഈ കളർ കോഡ് നമ്മളോട് പറയുന്നത് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഇവിടെ യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ്. ഇവിടെ കണ്ടില്ലേ, യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1 എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. സോ എന്തായാലും നോക്കി പോവുക. അതുപോലെ യൂണിറ്റ് 7 ബ്ലോക്ക് 2വിലാണ് വരുന്നത്. അതിലെ കൈ സ്ക്വയർ സാച്ചുറേറ്റ്സ് എന്ന് പറയുന്ന യൂണിറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് യൂണിറ്റ് ആണ്. അതുപോലെ
യൂണിറ്റ് 9 to 10 ഒക്കെ റിഗ്രഷൻ ടൈം സീരീസ് എന്നതെല്ലാം കോൺസ്റ്റന്റ്ലി വാമായിട്ടാണ് കാണുന്നത് എങ്കിലും പഠിച്ചു പോവുക. ഓക്കെ, യൂണിറ്റ് 14 ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഈ ഒരു യൂണിറ്റ് 14 എന്ന് പറയുന്നത്. സോ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്നാണ് ഈ ഒരു ഹീറ്റ് മാപ്പ് വെച്ചിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് കീ ഇൻസൈറ്റ് ബോക്സ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു സിലബസിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ 3 ടോപ്പിക്സും പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയ്ക്കും പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ്. സോ ഫസ്റ്റ് വൺ കൈ സ്ക്വയർ, ഇൻഡിപെൻഡൻസ് ആൻഡ് GOF യൂണിറ്റ് 7ലുള്ള ഒരു ടോപ്പിക്കാണ് കൈ സ്ക്വയർ. നമ്മുടെ നിയർലി എവരി പേപ്പറും റിപ്പീറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓഫൺ ഫുൾ ലെങ്ത് ഒരു പ്രോബ്ലം ആയിരിക്കും കൈ സ്ക്വയറിൽ വരുന്നത്. നെക്സ്റ്റ് ടൈം സീരീസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് യൂണിറ്റ് 10ലാണ് വരുന്നത്. നമ്മളോട് ലീസ്റ്റ് സ്ക്വയേഴ്സ് കാണാൻ, അതുപോലെ മൂവിങ് ആവറേജൻസ്, കമ്പോണൻസ്, ക്വസ്റ്റ്യൻസ് റെക്കർ, ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും. ഈ ടോപ്പിക്സ് എന്തായാലും പഠിക്കുക. നെക്സ്റ്റ് യൂണിറ്റ് 9 പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് റിഗ്രഷൻ ആൻഡ് കൊറലേഷൻ എന്നുള്ളത്. ഇതിൽ നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറയും, ഫിറ്റ് ലൈൻ വരയ്ക്കാൻ, പ്രെഡിക്റ്റ് ചെയ്യാൻ, ഇതൊക്കെയാണ് ഈ സെഷനിൽ വരുന്ന 3 ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ടയർ പ്രയോറിറ്റിയിൽ വരുന്ന, മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നതാണ് യൂണിറ്റ് 8ലെ അനോവ, അതുപോലെ യൂണിറ്റ് 6ലെ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, അതുപോലെ യൂണിറ്റ് 12ലെ സാമ്പിളിംഗ് എന്നുള്ളത്. ഇതെല്ലാം സെക്ഷൻ ബിയിൽ കമ്പ്യൂട്ടേഷണൽ ഐറ്റംസിൽ വരുന്നതാണ്. എന്തായാലും ഈ ഒരു മീഡിയം ലെവലിലാണ് വരുന്നതെങ്കിലും നിങ്ങൾ കവർ ചെയ്ത് പോവുക. ഓക്കെ, നെക്സ്റ്റ് ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി ആയിട്ടുള്ള നമ്മുടെ 2022 to 2025 നമ്മൾ നോക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു ഫോർമാറ്റ്സ് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, അതായത് ട്രെൻഡ് ഫിറ്റിംഗ് കാണാൻ, റിഗ്രഷൻ കോഎഫിഷ്യൻസ്, അനോവ ടേബിൾ കാണാൻ, കൺട്രോൾ ലിമിറ്റ്സ്, ഗ്രൂപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി കാൽക്കുലേഷൻസ് എന്നിവയെല്ലാം നമ്മളോട് ക്വസ്റ്റ്യൻസ് തന്നിട്ട് നമ്മൾക്ക് നല്ല ന്യൂമറിക്കലായിട്ട് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിരിക്കും. അതായത് ഒരു 5 to 10 മാർക്സിന് വരെ വരും. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വർക്കിങ്സ് ചെയ്യുക, അതുപോലെ കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് കുറേ വർക്കിംഗ് കാര്യങ്ങൾ വരുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഫോർമുലാസ് ആഡ് ചെയ്യുക. ഓക്കെ, ടിപ്പിക്കലി ഒരു 6 to 12 ലൈൻസ് സ്റ്റെപ്സ് എങ്കിലും യൂസ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ ക്വസ്റ്റ്യന് എഴുതുക കേട്ടോ. അതുപോലെ 1 to 2 ലൈൻസ് ഇൻ്റർപ്രിട്ടേഷനും കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഹൈപ്പോതിസിസ് ടെസ്റ്റ് ഓർ ഇൻഫറൻസ് എന്നുള്ളത് നമ്മളോട് T/Z ടെസ്റ്റ് കാണാൻ, അതുപോലെ കൈ സ്ക്വയർ മൈനസ് GOF ഇൻഡിപെൻഡൻസ് എന്നിവ കാണാൻ, അതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അതിൽ ഹൈപ്പോതിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ 5 to 10 മാർക്സിനാണ് വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ടെസ്റ്റ് സെറ്റപ്പ് ചെയ്യുക, ദെൻ സ്റ്റാറ്റിസ്റ്റിക്, ദെൻ DF ഓർ P വാല്യൂ കാണുക, ദെൻ ഡിസിഷൻസ് കാണുക, ദെൻ 1 സെൻറ്റൻസിൽ അതിൻ്റെ കൺക്ലൂഷനും കൂടിയും കൊടുക്കുക. ഇങ്ങനെ ഹൈപ്പോതിസിസ് ടെസ്റ്റ് കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. നെക്സ്റ്റ് ഷോർട്ട് തിയറി ഓർ കൺസെപ്റ്റ് ക്ലിയർഡ് ക്വസ്റ്റ്യൻസിൽ ഡെഫിനിഷൻസ് ചോദിക്കാം, അതുപോലെ കമ്പാരിസൺസ് ചോദിക്കാം, അതുപോലെ അഡ്വാൻറ്റേജസ് ഓർ ലിമിറ്റേഷൻസ് ചോദിക്കാം, സാമ്പിളിംഗ് ഡിസൈൻസ് ആൻഡ് ടൈം സീരീസ് കമ്പോണൻസ്, ഇതൊക്കെ ചോദിക്കുന്നത് 5 or 10 മാർക്സിനായിരിക്കും. സോ നമ്മളൊരു 18 to 150 വേർഡ്സിൽ നമ്മൾ ആൻസർ എഴുതുക. ഓരോ റെലവൻ്റ് ആയ ഫോർമുലാസ് കൊടുത്തിട്ട് പോയിന്റ് വൈസ് ആയിട്ട് തന്നെ നമ്മൾ ആൻസർ എഴുതി പോവുക. നെക്സ്റ്റ് പ്ലോട്ട് ഓർ ഡയഗ്രാം വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യന്, അതിൽ ഹിസ്റ്റോഗ്രാം, പോളിഗൺ, സ്കാറ്റർ വിത്ത് ഫിറ്റഡ് ലൈൻ എന്നിവയൊക്കെ വരയ്ക്കാനായിരിക്കും, ഡയഗ്രാംസ് വരയ്ക്കാനായിരിക്കും നമ്മളോട് ചോദിക്കുക. 5 മാർക്കിന് വരുന്ന ഒരു ഏരിയ ആണ്. അതിൽ വേണ്ടത് നമ്മൾ നീറ്റായിട്ട് തന്നെ നമ്മുടെ ലാബിളുടെ ഫിഗർ വരയ്ക്കുക. അതിൻ്റെ കൂടെ 1 to 2 ലൈൻസിൽ നമ്മൾ ഇൻ്റർപ്രറ്റീവ് കൊടുക്കുക. ഓക്കെ, ആൻഡ് പിന്നെ പറയാനുള്ള ഒരു കാര്യം, 2020 to 2025 TEEECയിൽ നമ്മുടെ ഈ ഒരു BCS 040ൽ MCQs ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നിവയുള്ള നമ്മൾ കാണാറില്ല സാധാരണയായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പ് 4 ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമാറ്റ്സും കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ, അതായത് മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ്, ഹൈ വെയിറ്റേജ് ഏരിയയാണ്. സോ എന്തായാലും ആൻസർ എഴുതി പോവേണ്ട ഒരു ഏരിയയാണ്. നമ്മളോട് ചോദിക്കാം നമ്മുടെ പ്രൊസീജിയറും ഫ്ലുവൻസി, അതുപോലെ നമുക്ക് കറക്റ്റ് ഫോർമുലാസ് അറിയോ, നമ്മൾ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ടോ, അതുപോലെ ആൾജിബ്ര അക്രോസ് റിഗ്രഷൻ, അനോവ,
ടൈം സീരീസ്, ഗ്രൂപ്പ്ഡ് സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി മോഡൽസ് എന്നെല്ലാം കറക്റ്റായിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ. സോ 5 or 10 മാർക്സിനാണ് ടിപ്പിക്കലി വരുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഫുള്ളായിട്ട് വർക്കിംഗ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഏതാണ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മളോട് അഡിറ്റിവിറ്റി ഓർ ഇൻഡിപെൻഡൻസ് കാണാനൊക്കെയാണ് പറയുന്നതെങ്കിൽ നമ്മളതിൻ്റെ വർക്കിംഗ് ക്ലിയർ ആയിട്ട് ഫുള്ളായിട്ട് കൊടുക്കുക ഓരോ യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ട്. അതുപോലെ 1 ലൈൻ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുക. അതുപോലെ മിസ്സിങ് ചെയ്തിട്ടുള്ള അസംഷനൊക്കെ പെനലൈസ് ചെയ്തിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷനിൽ എഴുതേണ്ടത്. നെക്സ്റ്റ്, ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ഓർ ഇൻഫറൻസ് എന്ന ഏരിയയിൽ നമുക്ക് ചെയ്യേണ്ടത്, നമ്മളോട് ആദ്യം നമ്മൾ അതിൻ്റെ ടാർഗറ്റ്സ് കൺസെപ്ച്വൽ റിഗർ എടുക്കുക. അപ്പോൾ H1 സ്റ്റേറ്റ്മെൻറ്റ്സാണ് കാണുന്നത്. അതുപോലെ ലെവൽ എ കാണാൻ, ചോയ്സ് ഓഫ് ടെസ്റ്റ്, ഇപ്പോൾ TZ chi-square അങ്ങനെയുള്ളതൊക്കെ കാണാൻ പറയുമ്പോൾ കണ്ടീഷൻസ് ക്ലിയർ ആയിരിക്കണം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ നമ്മൾ ക്രിറ്റിക്കൽ വാല്യൂ, പി വാല്യൂ, ഡിസിഷൻ ആൻഡ് കോണ്ടെക്സ്റ്റ് കൺക്ലൂഷൻ എന്നിവയെല്ലാം ക്ലിയർ ആയിട്ട് തന്നെ കൊടുക്കുക. എന്നാലാണ് നമുക്കൊരു ഹൈപ്പോത്തിസിസ് നമുക്ക് ക്ലിയർ ആണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. യൂഷ്വലി 10 മാർക്സിന് വരുന്ന ഒരു ഏരിയയാണ്. ഡെപ്തായിട്ട് നമ്മളൊരു 7 to 10 ഓർഡേഡ് സ്റ്റെപ്സ് വെച്ചിട്ടെങ്കിലും ചെയ്യാൻ നോക്കുക കേട്ടോ. നെക്സ്റ്റ്, ഷോർട്ട് തിയറി ഓർ കൺസെപ്റ്റ്. ഇവിടെ നമ്മുടെ കീ ഡെഫിനിഷൻസ്, കോൺട്രാസ്റ്റ് ഒക്കെ ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. നമ്മളോട് ക്വസ്റ്റ്യന് ചോദിക്കാറുള്ളത് SRS വേഴ്സസ് സിസ്റ്റമാറ്റിക്, അതുപോലെ പാരാമെട്രിക് വേഴ്സസ് നോൺ പാരാമെട്രിക്, അതുപോലെ കമ്പോണൻസ് ഓഫ് ടൈം സീരീസ് എന്നുള്ള ഷോർട്ട് തിയറി കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഒരു 5 to 10 മാർക്സിനാണ് ചോദിക്കാറ്. ഇത് നമ്മുടെ അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രിസ്പ് ക്ലിയർ ആണോ, അതുപോലെ നമുക്കൊരു സ്ട്രക്ചേർഡ് പ്രോസ് ഉണ്ടോ, ഇതൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്തിട്ട് 2 to 4 ബുള്ളറ്റ്സിലൊക്കെ നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഷോർട്ട് തിയറി ആയിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ്, പ്ലോട്ട് ഓർ ഡയഗ്രാം. ഇതിൽ നമ്മൾ പ്രസൻറ്റേഷൻ ലിറ്ററസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ക്ലാസ്സസും സ്കെയിൽസും ആക്സസും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്തിട്ട് തന്നെ പോവുക. ദെൻ ക്ലീൻ ആയിട്ടുള്ള പ്ലോട്ടിങ് ആവണം. പിന്നെ നമ്മൾ അതിൻ്റെ സ്ക്യൂ ട്രെൻഡിൻ്റെ ഒക്കെ കമൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ബ്രീഫായിട്ട് തന്നെ കൊടുക്കുക. ടിപ്പിക്കലി 5 മാർക്കിന് വരുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ ലേഔട്ടിൻ്റെ അക്യൂറൻസി ഒക്കെ അനുസരിച്ചായിരിക്കും, ക്രോസ് ലെങ്ത്തിൻ്റെ ഒക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് ഇതിൻ്റെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് തന്നിട്ടുള്ളൊരു ടേബിള് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനലൈസിസ് ആണ്. നമ്മുടെ ഓരോ ബ്ലോക്കിൽ നിന്നും ലാസ്റ്റ് 5 സെഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ആവറേജ് മാർക്സ് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ്, എത്രയൊക്കെയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിന് ബ്ലോക്ക് 1 ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത് നമുക്ക് ടോട്ടൽ ഷെയർ 20.5 വരെ ടോട്ടൽ ഷെയർ തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ഡിസംബർ 2023 14.167 വരെ നമുക്ക് ആവറേജ് മാർക്ക് വന്നിട്ടുള്ളതാണ് ബ്ലോക്ക് 1. ഇനി ബ്ലോക്ക് 2 നോക്കുമ്പോൾ നമുക്ക് ജൂൺ 2025 18.333% വരെ ആവറേജ് മാർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ബ്ലോക്ക് 3 നമുക്ക് 21.667% വരെ മാർക്ക് വന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ ഷെയർ 37.8 വരെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ എന്തായാലും ബ്ലോക്ക് 3 നോക്കി പോവാം. ഓക്കെ, ബ്ലോക്ക് 4 കമ്പാരിറ്റീവ്ലി ലോ ആയിട്ട് തന്നെ വരാറ്. എന്നിരുന്നാലും നമുക്കൊരു 10 മാർക്സിനൊക്കെ ആവറേജ് മാർക്സിനൊക്കെ ജൂൺ 2023 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 3 കേസാണ് പറഞ്ഞത്. ബ്ലോക്ക് 3 നമ്മുടെ അപ്ലൈഡ് മെത്തേഡ്സ്, അനോവ, റിഗ്രഷൻ, ടൈം സീരീസ്, എസ്ക്യൂസ് എന്നിവയെല്ലാം ആവറേജിലാണ് വന്നിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഫറൻസ് ആൻഡ് chi-square എന്നുള്ളതൊക്കെ ഫോളോഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 1 സ്റ്റഡി ആയിട്ട് തന്നെയാണ് അതിൽ തുടർന്നിട്ടുള്ളത്. അതൊക്കെയാണ് ആ ഒരു ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. 36ഓളം കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും
കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നമ്മൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയാനും മനസ്സിലാക്കാനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് നമുക്കൊരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് തന്നിട്ടുള്ളത്. ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് നമ്മളെ മാർക്സ് 50 മാർക്ക് പേപ്പറാണ് നമുക്ക്. അതിൽ പെർസെൻറ്റേജിൽ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഏരിയ ഏതാണെന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ ആൻഡ് കോൺസ്റ്റന്റ്ലി ഡോമിനേറ്റ്സ് എന്ന ഈ ഒരു ഏരിയ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. കോൺസ്റ്റന്റ്ലി ഡോമിനേറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ഇയർലി പെർസെൻറ്റേജ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വന്ന ഒരു ഏരിയയാണ്. സോ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് സ്റ്റെപ്പ് വൈസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു പോവുക. നെക്സ്റ്റ് നമ്മുടെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആൻഡ് ഓസിലേറ്റ്സ് വിത്ത് കൈസ്കോർ ഹെവി പേപ്പേഴ്സ്, അതും അത്യാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ഏരിയയാണ്. അതും ക്ലിയർ ചെയ്ത് പോവാം. ഇനി പ്ലോട്ടിംഗ് ടാസ്ക് ആണ് നമുക്ക് സ്മാൾ സ്ലൈസിൽ വന്നിട്ടുള്ളത്. എന്നിരുന്നാലും പ്ലോട്ടിംഗ് ടാസ്ക് ഒക്കെ നമുക്ക് പഠിക്കാൻ നല്ല സുഖമുള്ള ഒരു ഏരിയയാണ്. ജസ്റ്റ് പഠിച്ച് നോക്കി ഒന്ന് പോവുക കേട്ടോ എക്സാമിന് പോകുമ്പോൾ. നെക്സ്റ്റ് പാറ്റേൺ ഹൈലൈറ്റ്സ്, എങ്ങനെയൊക്കെയാണ് പാറ്റേൺ മാറി വരുന്നത് എന്നാണ്. ഫസ്റ്റ് വൺ, ഇൻഫറൻസ് സ്റ്റേസ് സ്ട്രോങ് ബട്ട് വോളറ്റൈൽ. ഇൻഫറൻസ് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, പക്ഷെ വോളറ്റൈലാണ്. അതായത് നമ്മുടെ മൾട്ടിപ്പിൾ ഇൻഫറൻസ് പ്രോംസിലൊക്കെ കൈസ്ക്വയർ ടി ടെസ്റ്റുകളുടെ സെഷൻസിൽ സ്പൈക്കായിട്ട് തന്നെ വരുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ലേറ്റ് ഇയർ പേപ്പറിൽ നോക്കുമ്പോൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ഒക്കെ നമുക്ക് നോട്ടബിളി ആയിട്ട് തന്നെ ഷെയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ബ്ലോക്ക് 3 റിമൈൻഡ്സ് ദ വർക്ക് ഹവേഴ്സ്. ഇതിൽ റിഗ്രഷൻ, അനോവ, ടൈം സീരീസ് ഡെലിവർ എന്നുള്ളതൊക്കെ നമുക്ക് ഈ സീരീസിൽ ഏറ്റവും വലിയ കമ്പ്യൂട്ടേഷണൽ ലോഡ് നൽകുന്നുണ്ട്. അതുപോലെ യൂണിറ്റ് 8 to 11 എംഫസിസുമായി അലൈൻ ചെയ്തിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് പ്ലോട്ട്സ് ആർ ഒക്കേഷണൽ ക്വിക്ക് വിൻസ്. നമുക്ക് ഹിസ്റ്റോഗ്രാം, സ്കാറ്റർ ഇതൊക്കെ നമുക്ക് ഇടയ്ക്കിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. മോസ്റ്റ്ലി സെക്ഷൻ എയിൽ 5 മാർക്സിനൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ ബാങ്കിങ് മാർക്സ് ഉള്ളപ്പോൾ അത് ഫാസ്റ്റ് ആയി തന്നെ പ്രസന്റ് ചെയ്യാനാണ് നമുക്ക് നല്ലത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്രസന്റേഷൻ ടിപ്പാണ്. നമുക്ക് 50 മാർക്ക് വരുന്ന ഒരു പേപ്പറാണ്. 2 hour ആയിരിക്കും എക്സാം. അപ്പോൾ ഓരോ സെക്ഷനിലും ഓരോ മാർക്സിനനുസരിച്ച് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ എന്ന് പറയുന്നത് 58% വരുന്നു. അതുപോലെ ഇത് നമുക്ക് 70 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാവുന്നതാണ് ഈ ന്യൂമറിക്കല്. നെക്സ്റ്റ് വരുന്ന ഇൻഫറൻസ് എന്നുള്ളത് 31% വരുന്നത്. സോ 37 മിനിറ്റ് കൊണ്ട് നമുക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് ഷോർട്ട് തിയറി ക്വസ്റ്റ്യൻസ് 11% വരുന്ന ഒരു ക്വസ്റ്റ്യൻ 30 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് പ്ലോട്ട് ചെയ്യാനുള്ളത് 0 to 2% ആണ് പ്ലോട്ട് ചെയ്യാൻ വരുന്നത്. എങ്കിലും അത് പെട്ടെന്ന് തന്നെ എഴുതി തീർക്കുക. ഒരു 5 മിനിറ്റ് ബഫറൊക്കെ കീപ്പ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി വർക്ക് സെക്ഷൻ ബിയിൽ നമുക്കൊരു 3 to 10 times ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. 10 മാർക്സിൻ്റെ 3 times ആയിരിക്കും വരുന്നത്. അതുപോലെ കമ്പ്യൂട്ടേഷൻ കോഴ്സൊക്കെ നമുക്ക് 9 to 10 മിനിറ്റ് കൊണ്ട് എഴുതാനും, അതുപോലെ ഡിസിഷൻസ് എഴുതാൻ ഒരു 2 to 3 മിനിറ്റ് എടുക്കുക. അതുപോലെ നമുക്ക് സ്വീപ്പ് സെക്ഷൻ എയിൽ നിന്ന് സ്വീപ്പ് ചെയ്യാൻ ഒരു 5 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ടോപ്പ് 10 റിക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും നമ്മൾ നോക്കി പോകേണ്ട ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ച് തന്നെ പോവുക, എങ്കിൽ നിങ്ങൾക്ക് ഒരു പാസ് മാർക്ക് എന്തായാലും കിട്ടുമായിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ, ടെസ്റ്റ് അസോസിയേഷൻ ബിറ്റ്വീൻ 2 കാറ്റഗറിക്കൽ വേരിയബിൾസ് യൂസിങ് കൈസ്ക്വയർ. അതായത് നമ്മുടെ ഹെയർ വേഴ്സസ് ഐ കളറൊക്കെ കാണാൻ പറയുന്ന ഏരിയ ആണ്, ക്വസ്റ്റ്യൻ ആണ്. 6 times അപ്പിയർ ചെയ്തിട്ടുണ്ട് നമുക്ക് എക്സാമിന്. സോ എന്തായാലും നോക്കി പോവാം. ഓക്കെ, നെക്സ്റ്റ് 2, കൺസ്ട്രക്ട് 1-way അനോവ ആൻഡ് ടെസ്റ്റ് ഇക്വാലിറ്റി ഓഫ് മീൻസ്. ഇത് നമുക്ക് 5 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, കമ്പയർ ഓർ ഡിഫൈൻ സാമ്പിളിംഗ് ഡിസൈൻസ്. നമ്മളോട് സാമ്പിൾ വേഴ്സസ് സെൻസസ് കാണാൻ, അതുപോലെ SRS വേഴ്സസ് സിസ്റ്റമാറ്റിക് കാണാൻ എന്നുള്ളതൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ 5 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, 4, ഫിറ്റ് റിഗ്രഷൻ ലൈൻ y on x പ്ലോട്ട് ചെയ്യാനായിരിക്കും. ആൻഡ് മേക്ക് പ്രെഡിക്ഷൻസ് എന്നുള്ളത് 3 times അപ്പിയർ ചെയ്തിട്ടുണ്ട്.
നെക്സ്റ്റ് കമ്പ്യൂട്ട് കൊറലേഷൻ കോഎഫിഷ്യന്റ് ആർ ആൻഡ് സ്ലോപ്പ് ഫ്രം സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ് 3 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 6.1 ഡ്രോ എ ഹിസ്റ്റോഗ്രാം ആൻഡ് ഇന്റർപ്രറ്റ് ഓർ കമ്പ്യൂട്ട് ദ ആവറേജ് 4 ടൈംസ് അപ്പിയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 1 കമ്പ്യൂട്ട് മൂവിംഗ് ആവറേജ് ഓർ ലീനിയർ ട്രെൻഡ് ഫോർ എ ടൈം സീരീസ് എന്നുള്ളത് 3 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ പെർഫോം എ 1 സാമ്പിൾ ടി ടെസ്റ്റ് അബൌട്ട് ടി എ മീൻ എന്നുള്ളത് 3 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബേസിക് പ്രോബബിലിറ്റി, നമ്മുടെ അഡിറ്റീവ് ലോ, അതുപോലെ നമ്മുടെ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ വിത്ത് കൗണ്ട്സ് കാര്യങ്ങളുടെയൊക്കെ ബേസിക് പ്രോബബിലിറ്റി കാണാവുന്ന ക്വസ്റ്റ്യൻസ് 2 ടൈംസ് അപ്പിയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ബേസ് തിയറം വേർഡ് പ്രോബ്ലം എന്നുള്ളത് 2 ടൈംസ് അപ്പിയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് എത്രയൊക്കെ മാർക്കിനാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിൽ വെച്ച് പറയുന്നത്. ഏതൊക്കെ ബ്ലോക്കിലാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാകും. അതുപോലെ എത്രയൊക്കെ പ്രാവശ്യം അപ്പിയർ ചെയ്തെന്നുള്ള കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. അതിൻ്റെ ആവറേജ് മാർക്ക് കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വന്ന ഈ ഒരു ക്വസ്റ്റ്യൻ 6 ടൈംസ് അപ്പിയർ ചെയ്തു എന്ന് പറഞ്ഞെങ്കിലും ഇതിൻ്റെ ആവറേജ് മാർക്ക് 9.2 വരെ വരുന്നുണ്ട്. അതുപോലെ ഈ അനോവ ടെസ്റ്റ് കാണാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 3യിലാണ് വരുന്നത്. നമുക്ക് 10 മാർക്കിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എന്തായാലും പഠിച്ച് പോവാട്ടോ. നെക്സ്റ്റ് ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ 10 മാർക്കിന് വരുന്ന ഒരു ഏരിയ ആണ് ഫിറ്റ് റിഗ്രഷൻ ലൈൻ വൈ ഓൺ എക്സ് ആൻഡ് മേക്ക് പ്രഡിക്ഷൻസ് എന്ന് പറയുന്ന ഏരിയ. സോ 10 മാർക്കിൽ വന്നിട്ടുണ്ട്. അതുപോലെ 8 മാർക്കിന് വന്നൊരു ഏരിയ ആണ് ബേസ് തിയറം വേർഡ് പ്രോബ്ലം. ഈ മാർക്കിനനുസരിച്ച് എന്തായാലും നമ്മൾ പഠിച്ചു പോവേണ്ട ഏരിയാസ് ആണ്. ഇതെല്ലാം കവർ ചെയ്തിട്ട് നമ്മൾ എക്സാമിന് പോവാവൂ. ഓക്കെ, നമ്മൾ ആ ടേബിൾ വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഏതൊക്കെ ബ്ലോക്കിലാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കണ്ട ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസ് ഓൾ അതർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു 70 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 7 പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ്. ഇതിൽ നോക്കിയേ കാണാം, നമുക്കൊരു 51.4% നമുക്ക് ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത്രയ്ക്കും ഷെയർ വന്നിട്ടുണ്ട് ഈ ഒരു വിഷ്വലൈസേഷനിൽ. സോ അതായത് നമ്മുടെ പേപ്പറിൻ്റെ ഹാഫ് കവർ ചെയ്യുന്നത് ഈ ടോപ്പ് 10 റിക്കറിങ് ഐറ്റംസ് ആണ്. സോ എന്തായാലും ഈ ഒരു ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ, അത് ടാർഗറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോവുക. ഓക്കെ, പൈ ചാർട്ടിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായാലും ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസ് അത്രയ്ക്കും ചോദിക്കുന്നുണ്ടെന്ന്. നെക്സ്റ്റ് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനലാണ് നമ്മൾ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ക്വസ്റ്റ്യൻ 1 ഡ്രിൽ ടു ഫ്ലുവൻസി. ടോപ്പ് 10 ഓരോ ക്വസ്റ്റ്യൻസ് പറഞ്ഞല്ലോ, ആ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റ്ലീസ്റ്റ് ട്വൈസ് പ്രാക്ടീസ് ചെയ്യുക, ടൈം എടുത്തിട്ട് തന്നെ ചെയ്യുക. അത് നമുക്ക് ഫ്ലുവൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ ഇതിന് എഴുതുമ്പോൾ ഒരു 5 മിനിറ്റ് ഔട്ട്ലൈൻ വരയ്ക്കാൻ എടുക്കുക. അതുപോലെ ഫുൾ സൊല്യൂഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 12 മിനിറ്റ് എങ്കിലും എടുത്തിട്ട് നമ്മൾ ഫുൾ സൊല്യൂഷൻ എഴുതാൻ നോക്കുക. നെക്സ്റ്റ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 6 to 7 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് നമ്മൾ ടെംപ്ലേറ്റ് യുവർ വർക്കിങ്സ് ആണ്. നമ്മളോടൊരു ചെക്ക് ലിസ്റ്റ് ഫിക്സ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു കൈസ്കോറിൻ്റെ ടേബിളൊക്കെ കാണാനാണെങ്കിൽ നമ്മൾ ആദ്യം ടേബിൾ എക്സ്പെക്റ്റഡ് ആണ് നോക്കുക, സ്റ്റാറ്റിസ്റ്റിക് ആണ് നോക്കുക, DF കാണുക, അതുപോലെ ഡിസിഷൻ എഴുതുക, ഇൻ്റർപ്രിട്ടേഷൻ എഴുതുക. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വരുന്ന രീതിയിൽ നമ്മൾ റിഹേഴ്സ് ചെയ്ത് പോവുക. അത്രയ്ക്കും പ്രാവശ്യം റിഹേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഫ്ലുവൻസിയിൽ എഴുതാൻ കഴിയും. നെക്സ്റ്റ് മിക്സ് തിയറി പ്ലസ് ന്യൂമറിക്സ് എന്നുള്ളത് നമ്മളോട് SRS വേഴ്സസ് സിസ്റ്റമാറ്റിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കൺസെപ്ച്വൽ പ്രോംസ് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ ചോദിക്കുന്നത്. സോ നമ്മുടെ കമ്പ്യൂട്ടേഷണൽ ട്വിന്നൊക്കെ നോക്കി സെയിം സെഷനിൽ ബാലൻസ് ചെയ്ത് മിക്സ് തിയറിയും ന്യൂമറിക്കലും മിക്സ് ആക്കിയിട്ട് നല്ലൊരു രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ഈ സെഷനിൽ അപ്പോൾ 5 to 10 മാർക്സ് വരുന്ന സെക്ഷൻ A, Bയിലൊക്കെ വരുന്നത് നമ്മുടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ് അവർ വെയിറ്റേജും കാര്യങ്ങളൊക്കെ തരുന്നത്, സ്ലോട്ട് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ സെഷൻ ആവറേജ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്കൊരു സെമാൻറ്റിക് ഇക്വാലൻസിയിലൊക്കെ ഗ്രൂപ്പ് ചെയ്തിട്ട് തന്നെയാണ് അവർ തരുന്നത്.
സോ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മുടെ സിലബസിൻ്റെ ഹെഡിങ്സ് നോക്കിയിട്ട് ബ്ലോക്സ് യൂണിറ്റും നോക്കിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്തിട്ട് തന്നെ മാപ്പ് ചെയ്തുകൊണ്ട് എക്സാമിന് പോവുക കേട്ടോ. നെക്സ്റ്റ് വൺ പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിളാണ്. നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഏതൊക്കെ ടോപ്പിക്സ് എത്രയ്ക്ക് പ്രോബബിലിറ്റിയിൽ വരുന്നു, ഏതൊക്കെ ബ്ലോക്കിൽ വരുന്നു, ഏതൊക്കെ യൂണിറ്റിൽ വരുന്നു, അതുപോലെ അതിൻ്റെ റെലവൻസ് കാര്യങ്ങൾ ഏതൊക്കെ കാറ്റഗറിയിലാണ് വരുന്നത്, അതുപോലെ എത്രയ്ക്ക് പെർസെൻറ്റേജ് പ്രോബബിലിറ്റി ആണ് വരുന്നത് എന്ന് ഈ ഒരു ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൈ സ്ക്വയർ ടെസ്റ്റ്, അതായത് ഇൻഡിപെൻഡൻസ് ചോയ്സ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യന്. സോ ഈ ഒരു ക്വസ്റ്റ്യന് മസ്റ്റായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുമ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് വൺ വേ അനോവ ആൻഡ് സാമ്പിളിംഗ് ഡിസൈൻസ് എന്നുള്ളവർക്ക് നല്ല ഹൈ റെലവൻസ് ഹൈ കാറ്റഗറിയിൽ വരുന്ന രണ്ട് ഐറ്റംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ മീഡിയം കാറ്റഗറിയിൽ വരുന്ന 4 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഹിസ്റ്റോഗ്രാം ഓർ ഗ്രാഫ് ഇൻ്റർപ്രിട്ടേഷൻ കാണാൻ, അതുപോലെ മെഷേഴ്സ് കാണാൻ, ടി ടെസ്റ്റ് ഇൻഫറൻസ് അബൌട്ട് മീൻ എന്നുള്ളത്, ടൈം സീരീസ് ട്രെൻഡ് ഓർ മൂവിങ് ആവറേജ് എന്നുള്ളത്, ഇതൊക്കെ മീഡിയം കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ മീഡിയം കാറ്റഗറിയിൽ വരുന്ന 2 ക്വസ്റ്റ്യൻസ് കൂടിയും റിഗ്രഷൻ ലൈൻ ആൻഡ് പ്രഡിക്ഷൻ എന്നുള്ളതും കൊറലേഷൻ കോഎഫിഷ്യന്റ് ആർ എന്നുള്ളതും. ഓക്കെ, ബാക്കി വരുന്നതൊക്കെ ലോ റെലവൻസിലാണ് വരുന്നതെങ്കിലും ലോ കാറ്റഗറിയിലാണ് വരുന്നതെങ്കിലും ഇതിൻ്റെ പെർസെൻറ്റേജ് നോക്കൂ, 28.6 വരെ പെർസെൻറ്റേജ് വരുന്നുണ്ട്, അതുപോലെ 14.3 വരെ പെർസെൻറ്റേജ് വരുന്നുണ്ട്. സോ ഈ ഏരിയാസ്, അതായത് അഡിറ്റീവ് ലോ ഓർ ബേസിക് പ്രോബബിലിറ്റി, ബേസ് തിയറം ക്ലാസിഫിക്കേഷൻ, ബൈനോമിയൽ ഓർ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, എസ്റ്റിമേഷൻ, SQC ആർ ഓർ കൺട്രോൾ ചാർട്ട്സ്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് SE എന്നുള്ള ടോപ്പിക്സ് എല്ലാം ലോ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിലും ജസ്റ്റ് നോക്കി തന്നെ പോവുക. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു കാറ്റഗറി ആയിരിക്കും നിങ്ങൾക്കൊരു പാസ് മാർക്കിനൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. സോ ഒന്നും മിസ്സാക്കാതെ തന്നെ നോക്കി പോവാം കേട്ടോ. ഇത് നമ്മുടെ ഹൈ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ ആ ടോപ്പിക്സ് തന്നെ, കൈ സ്കോർ ടെസ്റ്റ്, വൺ വേ അനോവ, സാമ്പിളിംഗ് ഡിസൈൻസ് എന്നുള്ളതൊക്കെ ഏതൊക്കെ ബ്ലോക്സിലാണ് വരുന്നത്, എത്രയ്ക്ക് പെർസെൻറ്റേജിലാണ് വരുന്നത് എന്നുള്ളത്. അതുപോലെ നമ്മൾ മീഡിയം കാറ്റഗറി കേസ് നമ്മൾ പറഞ്ഞു, ഓരോ ടോപ്പിക്സും നമ്മൾ പറഞ്ഞു എത്ര പെർസെൻറ്റേജിനാണ് വരുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ ലോ പെർസെൻറ്റേജിൽ വരുന്ന ഏരിയാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഇതെല്ലാം നോക്കിയിട്ട് തന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്ന എക്സാം എഴുതാൻ പോവുക കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ 1 മാർക്കിനൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും. അതുകൊണ്ട് ഒന്നും മിസ്സാക്കാതെ തന്നെ പോകാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഓരോ ജസ്റ്റിഫിക്കേഷൻ ഫുഡ് നോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓരോ പേപ്പേഴ്സിലും നമ്മുടെ ടോപ്പിക്സ് എത്രയ്ക്ക് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ടെന്നാണ്. അതായത് 6 of 7 പേപ്പേഴ്സിൽ വന്നിട്ടുള്ളതാണ് ഇൻഡിപെൻഡൻസ് ടെസ്റ്റ്, 10 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യന്. നെക്സ്റ്റ് 5 of 7 പേപ്പറിൽ വന്നിട്ടുള്ളതാണ് ഫുൾ അനോവ ടേബിൾ ആൻഡ് ഡിസിഷൻ എന്നുള്ളത്. അതുപോലെ 5 of 7 പേപ്പറിൽ വന്നിട്ടുള്ള ഇതാണ് ടെസ്റ്റ് SRS വേഴ്സസ് സിസ്റ്റമാറ്റിക് ഓർ സെൻസസ് വേഴ്സസ് സാമ്പിൾ എന്നുള്ളത്. അതുപോലെ 4 of 7 സെഷൻസിൽ വന്നിട്ടുള്ളതാണ് ഹിസ്റ്റോഗ്രാം ഓർ പോളിഗൺ ടാസ്ക് ട്രക്കർ എന്നുള്ളത്. അതുപോലെ 3 of 7 വന്നിട്ടുള്ളതാണ് റിഗ്രഷൻ ലൈൻ ഫിറ്റിംഗ് വിത്ത് പ്രിഡിക്ഷൻ. ഓക്കെ, ദെൻ 7 of 3 പേപ്പറിൽ വന്നിട്ടുള്ളതാണ് കമ്പ്യൂട്ടിംഗ് എറർ ആൻഡ് സ്ലോപ്പ് ഫ്രം സമ്മറീസ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ 3 of 7 പേപ്പറിൽ വന്നിട്ടുണ്ട് നമ്മളെ ട്രെൻഡ് ബൈ ലീസ്റ്റ് സ്ക്വയേഴ്സ് ഓർ മൂവിങ് ആവറേജ് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് 7 of 3 പേപ്പറിൽ വന്നിട്ടുള്ളതാണ് വൺ സാമ്പിൾ TTT ഓർ പെയ്ഡ് TTT അപ്പിയേഴ്സ് എന്നുള്ളത്. ഇനി നമ്മുടെ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ്. നമുക്ക് ഏതൊക്കെയാണ് നെക്സ്റ്റ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു കേസിൽ പറയുന്നത്. സെക്യൂർ ഫസ്റ്റ് കൈ സ്ക്വയർ, വൺ വേ അനോവ, സാമ്പിളിംഗ് ഡിസൈൻസ് എന്നുള്ളതെല്ലാം നമ്മൾ ഫസ്റ്റായിട്ട് പഠിച്ചു പോകേണ്ടതാണ്. അതിന് ആദ്യം നമ്മളൊരു ചെക്ക് ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ നോക്കുക. ദെൻ SS ഡികമ്പോസിഷൻ ഓർ ടേബിള്, അതുപോലെ SRS വേഴ്സസ് സിസ്റ്റമാറ്റിക് കോൺട്രാസ്റ്റ് എന്നുള്ളതിലെല്ലാം ഈ ഒരു സ്ട്രാറ്റജിയിൽ എഴുതണം. നമ്മുടെ ടോപ്പിക്സ് എല്ലാം 3 times ഫുള്ളായിട്ട് ഫുൾ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തിട്ട് പോകാൻ നോക്കുക. ഓരോ പ്രൊസീജിയറും നമ്മൾ പഠിച്ച് തന്നെ പോകാൻ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് റീഇൻഫോഴ്സ് വിത്ത് ഡ്രിൽസ്, നമ്മുടെ ഹിസ്റ്റോഗ്രാം ഓർ ഗ്രാഫ്സ്, റിഗ്രഷൻ ആൻഡ് കൊറലേഷൻ, ടൈം സീരീസ് എന്നുള്ളതെല്ലാമാണ് ഈ മീഡിയം ലെവലിൽ വരുന്ന ഏരിയാസ്. സോ ന്യൂമറിക്കൽ ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ എന്തായാലും പഠിച്ചു പോവുക. എക്സാമിൻ്റെ ലെങ്ത്തിനും
കാര്യങ്ങൾക്കും അനുസരിച്ച് നമ്മൾ അസംഷനും കണ്ടീഷൻസും ഒക്കെ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വിക്ക് സ്വീപ്സ് ഫോർ ഈസി മാർക്സിന് വരുന്ന ഏരിയയാണ് പ്രോബബിലിറ്റി കാണുക, അതുപോലെ ബൈനോമിയൽ പോയിസൺ കാണുക, എസ്റ്റിമേഷൻ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, SQC ബേസിക്സ് എന്നിവയുള്ളതൊക്കെ. സോ അതിൻ്റെ സ്ട്രാറ്റജി എന്താണ്? ഓരോ എക്സാമ്പിൾസ് നമ്മൾ 1 to വർക്കിൻ്റെ എക്സാമ്പിൾസ് വെച്ചിട്ട് ഫോർമുല ഷീറ്റിൽ നമ്മളൊരു 10 മിനിറ്റ് ക്യൂസസ് ഒക്കെ വെച്ചിട്ട് സ്കോർ ചെക്ക് ചെയ്തിട്ട് എഴുതേണ്ട ഒരു ഏരിയ ആണ് ഈ ലോ പെർസെൻറ്റേജിൽ വരുന്ന ഏരിയ. നെക്സ്റ്റ് നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ എക്സാം വരുന്നത് 50 മാർക്കിനാണ്, 2 hour ആയിരിക്കും. സോ സെക്ഷൻ എയും സെക്ഷൻ ബിയും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുക. സെക്ഷൻ എയിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസും സെക്ഷൻ ബിയിൽ നിന്നും 3 ക്വസ്റ്റ്യൻസും മസ്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നോൺ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ അലൗ ചെയ്യുന്നതാണ്. ഫസ്റ്റ് 1 ക്വസ്റ്റ്യൻ സെക്ഷൻ എയിൽ നിന്ന് ദ ഫോളോവിങ് ഗ്രൂപ്പ്ഡ് ഡാറ്റ റെക്കോർഡ് ദ നമ്പർ ഓഫ് ഡിഫക്ട്സ് പെർ ബാച്ച് ഇൻ എ വീക്ക് എന്നുള്ളത്. ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്, ഫ്രീക്വൻസീസ് കൊടുത്തിട്ടുണ്ട്, നമ്മളോട് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ 1 ലൈനിൽ നമ്മൾ സ്ക്യൂനെസ്സിൻ്റെ കമൻറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 200 ലേണേഴ്സുള്ള ഒരു സർവേ ആണ്. അതിൽ കോഴ്സ് എയിൽ 120 ഒപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ കോഴ്സ് ബി 90 ഒപ്റ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് എയിലും ബിയിലും ബോത്ത് 30 സർവേയിൽ ഒപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളോട് പി ഓഫ് എ യൂണിയൻ ബി കാണാൻ പറയുന്ന അഡിറ്റീവ് ലോ ഓഫ് പ്രോബബിലിറ്റി യൂസ് ചെയ്തിട്ട്, എന്നിട്ട് പി ഓഫ് നെയ്തർ എ നോർ ബി എന്നുള്ള പ്രോബബിലിറ്റിയും കൂടിയും കാണാൻ പറയുന്നുണ്ട്. അതുപോലെ സെക്ഷൻ എയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫോളോവിങ് ടേബിൾ ഗീവ്സ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കംപ്ലീഷൻ ടൈംസ് ഫോർ എ ടാസ്ക്. ക്ലാസ് കൊടുത്തിട്ടുണ്ട്, ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്, മീഡിയൻ കാണാനാണ് പറയുന്നത്. ഇനി ഒബ്സർവേഷൻസ് കൊടുത്തിട്ടുണ്ട്, 20 പെയ്ഡ് ഒബ്സർവേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൊറലേഷൻ കോഎഫിഷ്യൻറ്റ് 6 കാണാൻ, സ്ലോപ്പ് ഓഫ് ദ റിഗ്രഷൻ ലൈൻ ഓഫ് y/x കാണാൻ. നെക്സ്റ്റ് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് നമ്മളുടെ 1 അഡ്വാൻറ്റേജ് ആൻഡ് 1 ലിമിറ്റേഷൻ കൊടുക്കുക. പിന്നെ ഉള്ള ക്വസ്റ്റ്യൻസിൽ സൈസ് 16 ആണെന്ന് തന്നിട്ടുണ്ട്, അതിൻ്റെ പോപ്പുലേഷന് x=52 ആണെന്നും തന്നിട്ടുണ്ട്, s=6 ആണെന്നും തന്നിട്ടുണ്ട്. സോ അത് 5% ലെവലിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതിൻ്റെ പോപ്പുലേഷൻ മീന് 15 ആയിരിക്കും. H0 H1 നമ്മൾ ക്ലിയർ ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പോവാട്ടോ. നെക്സ്റ്റ് സെക്ഷൻ ബി ആണ്. 1 വേ അനോവ, 3 ടീച്ചിങ് മെത്തേഡ്സ് ABC were tried. ടെസ്റ്റ് സ്കോർസ് ABC തന്നിട്ടുണ്ട്, അതിൻ്റെ അനോവ ടേബിൾ കണ്ടുപിടിക്കുക, അതിൻ്റെ മീൻ സ്കോർസ് ഈക്വൽ ആയിട്ട് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് കൈ സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് കാണാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന ടൈം സീരീസ് അനാലിസിസ് ആണ്. ഓക്കെ, അതിൻ്റെ ലീസ്റ്റ് സ്ക്വയർ ട്രെൻഡ് വെച്ചിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് 3 month മൂവിങ് ആവറേജ്, 3 to 8 months വരുന്ന 3 month മൂവിങ് ആവറേജ് കമ്പ്യൂട്ട് ചെയ്യാനാണ്. നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് അലോക്കേഷൻ കാണാൻ, അതിൻ്റെ പ്രൊപ്പോർഷണൽ അലോക്കേഷൻ കാണാനുണ്ട്, നെയ്മാൻ അലോക്കേഷൻ കാണാനുണ്ട്, അതിൻ്റെ പ്രാക്ടിക്കൽ കൺസിഡറേഷൻ സ്റ്റേറ്റ് ചെയ്തിട്ട് എ ആണോ ബി ആണെന്ന് ചൂസ് ചെയ്യാനും പറയുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഹൈ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിച്ച് തന്നെ പോവുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഇതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.